ആസിഫ് അലി നായകനായ രേഖാചിത്രം എന്ന സിനിമ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു കൊലക്കേസിന്റെ കഥ പറയുന്നതാണ്. 1985 ഇരുണ്ടതും ഭയാനകവുമായ ആ രാത്രിയിൽ നടന്ന ദാരുണമായ സംഭവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും പോലീസ് അന്വേഷണവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലും ആ സിനിമാ കഥയ്ക്ക് സമാനമാണ്. 39 വർഷത്തോളം മനസ്സിൽ ഒളിപ്പിച്ച് നടന്ന പാപക്കറ, പിന്നീട് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ തോന്നിയ കുറ്റബോധം, ഒടുവിൽ 2 കൊലക്കേസുകളെക്കുറിച്ച് മുഹമ്മദ് അലി തുറന്നു പറഞ്ഞെങ്കിലും മരിച്ചയാളെ കണ്ടെത്തുന്നതും തെളിവുകൾ തേടുന്നതും പോലീസിന് എത്രത്തോളം വെല്ലുവിളിയാണ്. ഇതോടൊപ്പം കർണാടക ധർമ്മസ്ഥലയിലെ 2 പതിറ്റാണ്ട് മുൻപ് നടന്ന കൂട്ടക്കൊലപാതകവും ഡൽഹിയിൽ സീരിയൽ കില്ലറുടെ അറസ്റ്റും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി എത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്? മരിച്ചത് ആരൊക്കെയാണ്? 3.5 പതിറ്റാണ്ടിന് ശേഷമുള്ള മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പോലീസ് സംഘം. കൂടരഞ്ഞിയിലും വെള്ളയിൽ ബീച്ചിലുമായി 2 പേരെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. കൂടരഞ്ഞിയിൽ കൊലപ്പെടുത്തിയെന്ന് പറയുന്നയാൾ കണ്ണൂർ ഇരിട്ടി സ്വദേശിയെന്നാണ് സൂചന. വെള്ളയിൽ ബീച്ചിൽ 1989 കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ശേഖരിക്കുന്നുണ്ട്. വെള്ളയിൽ കൊലപാതകത്തിന് മുഹമ്മദ് അലിക്ക് ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയുന്ന കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താനും ശ്രമം ആരംഭിച്ചു. അന്നത്തെ ക്രിമിനൽ കേസ് രേഖകളിൽ ഈ പേരുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഡിസംബറിൽ തന്റെ 14ാമത്തെ വയസ്സിൽ ഒരാളെ കൂടരഞ്ഞിയിലെ തോട്ടിൽ തള്ളിയിട്ട് കൊന്നെന്നാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാജരായി കുറ്റസമ്മതം നടത്തിയത്. തുടർ ചോദ്യം ചെയ്യലിൽ 36 വർഷം മുൻപ് 1989 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. സുഹൃത്തിന്റെ പണം പിടിച്ചുപറിച്ചതിന്റെ പ്രതികാരത്തിൽ കടപ്പുറത്ത് വെച്ച് യുവാവിനെ താനും ബാബു എന്ന സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. താൻ 2 കാലും പിടിച്ചു കൊടുക്കുകയും സുഹൃത്ത് ബാബു പൂടിയിൽ മുഖമമർത്തി യുവാവിനെ കൊല്ലുകയും ചെയ്തതാണ് മൊഴി. 30 വയസ്സ് തോന്നിക്കുന്നയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വാർന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയെന്നാണ് 1989 സെപ്റ്റംബർ 25 പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളിൽ പറയുന്നത്. അന്നത്തെ കേസിന്റെ രേഖകൾ തേടിയിറങ്ങിയ പോലീസിന് 1989 സെപ്റ്റംബർ 24 ഗാന്ധി റോഡ് ജംഗ്ഷന് സമീപത്തെ കടപ്പുറത്ത് 30 വയസ്സുകാരനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിന്റെ ഇൻഡെക്സ് മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ കൊലപാതകത്തിന് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുമായി സാമ്യതകൾ ഉണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. ആദ്യം അസ്വാഭാവിക മരണമെന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ കൊലക്കുറ്റം കൂടി ചേർത്ത് എഫ്ഐആർ മാറ്റം വരുത്തുകയായിരുന്നു. വെള്ളയിൽ വെച്ച് കൊല്ലപ്പെട്ടയാളെയും കൊലപാതകിയെയും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. സമാനമായ ഏക കേസ് എന്ന നിലയിലാണ് യുവാവിന്റെ മരണം മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. മുഹമ്മദ് അലി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നു. അന്ന് മുഹമ്മദ് അലിക്ക് 17 വയസ്സായിരുന്നു പ്രായം. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ കോഴിക്കോട് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് ബാബു എന്നയാളെ പരിചയപ്പെടുന്നതും കൃത്യം നടത്തുന്നുവെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. ബാബു എറണാകുളം സ്വദേശിയാണെന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇയാൾക്കറിയില്ല. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ 2 ജില്ലകളിലെ പോലീസ് സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. വെള്ളയിൽ ബീച്ചിൽ 1989 കണ്ടെത്തിയ മൃതദേഹത്തിന്റെ പൊരുളുകൾ ചെയ്യാൻ സിറ്റി പോലീസ് കമ്മീഷണർ 7-അംഗ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു. കൂടരഞ്ഞിയിൽ 1986 മരിച്ച യുവാവിന്റെ ശ്വാസകോശത്തിൽ മണ്ണും ചെളിയും കണ്ടിരുന്നതായി അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
മരണത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഇരുട്ടിൽ നിന്ന് 4-അംഗ സംഘം മരിച്ചയാളുടെ വിവരങ്ങൾ തിരക്കി കൂടരഞ്ഞിയിൽ വന്നിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു. കൂടരഞ്ഞിയിൽ മരിച്ച അജ്ഞാതന്റെ വേരുകൾ തേടി തിരുവമ്പാടി പോലീസ് ഇരുട്ടിയിലേക്കും പാലക്കാട്ടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം വേങ്ങര പോലീസ് മുഹമ്മദ് അലിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി മൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. മുപ്പത്തൊൻപത് വർഷമായി വേട്ടയാടുന്ന മനസ്സിലെ വിങ്ങൽ അവസാനിപ്പിക്കാനാണ് കുറ്റം ഏറ്റുപറഞ്ഞതെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തിയത്. കൂടരഞ്ഞിയിലെ കൊലപാതകത്തിൽ മുഹമ്മദ് അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തിരുവമ്പാടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ കേസിലും പോസ്റ്റ്മോർട്ടം രേഖകൾ ഉൾപ്പെടെ ലഭിക്കാനുണ്ട്. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന സഹോദരൻ പൗലോസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആ വഴിക്കും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 2015 കോഴിക്കോട് വിജയ ആശുപത്രിയിലും തൊട്ടടുത്ത വർഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മുഹമ്മദ് അലി ചികിത്സ തേടിയിരുന്നതായും വിവരം ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. 1995-ലും 2014-നുമിടയിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളും യുവതികളും ഉൾപ്പെടെ 100ഓളം പേർ കൊല്ലപ്പെട്ടെന്ന വെളിപ്പെടുത്തൽ. 10 വർഷത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരിൽ പലരും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പറഞ്ഞാൽ ഒരു കെട്ടുകഥയായി തോന്നാം. എന്നാൽ 100ഓളം മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് മുൻ ശുചീകരണ തൊഴിലാളിയാണ്. കുറ്റബോധം സഹിക്കാൻ കഴിയാതെയാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ ബെൽത്തങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കർണാടകയിൽ 10 വർഷത്തിനിടെ കൊല്ലപ്പെട്ട 100 കണക്കിന് മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചുമൂടാൻ നിർബന്ധിതനായെന്ന വെളിപ്പെടുത്തലുമായാണ് മുൻ ശുചീകരണ തൊഴിലാളി രംഗത്തെത്തിയത്. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തിയാണ് അഭിഭാഷകൻ മുഖേന പോലീസിന് കത്തയച്ചത്. കുഴിച്ചുമൂടിയവരിൽ ഭൂരിഭാഗവും യുവതികളായിരുന്നുവെന്നും ലൈംഗിക പീഡനത്തിന് ശേഷം കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു പല മൃതദേഹങ്ങളെന്നും കത്തിൽ പറയുന്നു. കുറ്റബോധം സഹിക്കവയ്യാതെയാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നുണ്ട്. 1995 മുതൽ 2014 വരെയാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത്. ആദ്യ മൃതദേഹം മറവ് ചെയ്യാൻ വിസമ്മതിച്ചതോടെ സൂപ്പർവൈസർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സമ്മതിച്ചില്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്നും പറഞ്ഞു. ഇതോടെ മനസ്സില്ലാ മനസ്സോടെ മൃതദേഹങ്ങൾ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയും ധർമ്മസ്ഥല ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കുഴിച്ചിടുകയും ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം യൂണിഫോമും ബാഗും ഉൾപ്പെടെ കത്തിച്ച സംഭവമുണ്ടായി. കുടുംബത്തിന് നേരെ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് 2014 അയൽ സംസ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടു. തുടർന്ന് ഒളിവിൽ താമസിക്കുകയായിരുന്നു. പോലീസ് സംരക്ഷണം നൽകിയാൽ ഇവരുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാണ്. ഈ കേസുകൾ അന്വേഷിക്കണമെന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ചടങ്ങുകളോടെ സംസ്കരിക്കണമെന്നും ഇയാൾ കത്തിൽ പറയുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന് കോടതിയുടെ അനുമതി തേടാൻ കർണാടക പോലീസ് നടപടികൾ ആരംഭിച്ചു. ന്യൂസ് 18 മംഗളൂരു. ഡൽഹി സ്വദേശിയായ അജയ് ലംബ എന്ന സീരിയൽ കില്ലറെ കുറിച്ച് കേട്ടാൽ രാജ്യതലസ്ഥാനം വിറച്ചിരുന്നൊരു കാലമുണ്ട്. 2001 തുടക്കത്തിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 4 പേരെ കൊന്നൊടുക്കിയ കൊടും കുറ്റവാളി. ടാക്സി ഡ്രൈവർമാരായിരുന്നു ഇയാളുടെ ഇരകൾ. കേസിലെ കൂട്ടാളികളെ പിടികൂടിയപ്പോഴാണ് 24 വർഷത്തോളമായി പോലീസ് തിരയുന്ന ലംബയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ടാക്സി ഓട്ടം വിളിക്കുകയും വഴിമധ്യേ ഡ്രൈവറെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച ശേഷം വാഹനങ്ങൾ മറിച്ചു വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. ഇയാൾ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
2001 കാലത്ത് ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലായാണ് അജയ് ലംബ 4 കൊലപാതകങ്ങൾ നടത്തിയത്. ഇതിൽ ഒരാളുടെ മൃതദേഹം മാത്രമേ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അജയ് ലംബയും കൂട്ടാളികളും ഉത്തരാഖണ്ഡിലേക്കെന്ന് പറഞ്ഞാണ് ടാക്സി വിളിച്ചിരുന്നത്. യാത്രാമധ്യേ ഡ്രൈവറെ മയക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. തെളിവ് ലഭിക്കാതിരിക്കാൻ മൃതദേഹം കുന്നിൻ മുകളിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച ശേഷം വാഹനം നേപ്പാളിലേക്ക് കടത്തി മറിച്ചു വിൽക്കുകയാണ് ചെയ്തിരുന്നത്. ലംബയുടെ കൂട്ടാളികളിൽ 2 പേരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി സ്വദേശിയായ ലംബ 6ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ഇവിടെ വച്ചാണ് ഇയാൾ ധിരേന്ദ്ര, ദിലീപ് നേഗി എന്നിവരുമായി സൗഹൃദത്തിലാകുന്നത്. ഇവരുടെ സഹായത്തോടെയാണ് ലംബ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ 48 വയസ്സാണ് ഇയാൾക്ക്. 2008 മുതൽ 2018 വരെ ഇയാൾ നേപ്പാളിലായിരുന്നു. ഒഡീഷയിൽ നിന്ന് ഡൽഹിയിൽ കഞ്ചാവ് എത്തിക്കൽ, അനധികൃതമായി ആയുധം സൂക്ഷിക്കൽ, ഒഡീഷയിലെ ജ്വല്ലറി മോഷണം എന്നീ കേസുകളിലെല്ലാം ലംബ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഇയാൾ കൊലക്കേസ് പ്രതിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നില്ല. സംഘം കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ മാത്രമേ അത് വ്യക്തമാകൂ എന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 ഡൽഹി. കൊച്ചി നഗരത്തിലൂടെ വെറുതെ ഒന്ന് സഞ്ചരിച്ചാൽ ചില കലിപ്പ് പിള്ളേരെ കണ്ടിട്ടുണ്ട്. കഞ്ചാവും ലഹരിയും അടിച്ചു കിറങ്ങി നടക്കുന്ന യുവാക്കൾ ഏത് സമയവും പ്രകോപിതരാകും. അവരെ നോക്കിയാലോ നടന്നു പോകുമ്പോൾ ദേഹത്ത് മുട്ടിയാലോ പ്രശ്നമാണ്. കൊച്ചി പാലാരിവട്ടത്ത് മുടി വെട്ടാനെത്തിയ 2 യുവാക്കളെ വളഞ്ഞിട്ട് ആക്രമിച്ചത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. മാമംഗലത്തുള്ള സലൂണിൽ മുടി വെട്ടാനെത്തിയ കൊല്ലം സ്വദേശികളായ 2 ചെറുപ്പക്കാർക്ക് നേരെയാണ് ഗുണ്ടാ ആക്രമണമുണ്ടായത്. മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് ബെന്യാമിൻ എന്നിവർക്കെതിരെ എളമക്കര പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. പിടിയിലായ ബിലാൽ കൊച്ചിയിലെ നിയമ വിദ്യാർത്ഥിയാണ്. ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിലെ മുഖ്യപ്രതി എഡിസൺ എങ്ങനെയാണ് ലഹരിയുടെ വഴിയിലേക്ക് എത്തിപ്പെട്ടത്? മെക്കാനിക്കൽ എഞ്ചിനീയറായ യുവാവിന് പിന്നിൽ ആരൊക്കെയാണ്? സഹപാഠിയായിരുന്ന ഡിയോളാണ് എഡിസണ് കെറ്റാമെലോൺ എന്ന ഡാർക്ക് വെബ് ആശയത്തെക്കുറിച്ച് പറഞ്ഞതെന്നാണ് NCBയുടെ കണ്ടെത്തൽ. കോടികൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഇയാൾ ലഹരി ഇടപാടിൽ കണ്ണിയാക്കി. ഡാർക്ക് നെറ്റും മയക്കുമരുന്ന് ശൃംഖല കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. എഡിസണിൽ നിന്ന് ലഹരി വാങ്ങിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി. അതിനിടെ അറസ്റ്റിലായ 3 പ്രതികളെയും വിശദമായ ചോദ്യം ചെയ്യലിന് നാളെ കസ്റ്റഡിയിൽ വാങ്ങും. എഡിസൺ ബാബു, KV ഡിയോൾ, അരുൺ തോമസ് എന്നിവർ മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സഹപാഠികളും നിരീക്ഷണത്തിലാണ്. പാഞ്ചാലിമേട് സൺസെറ്റ് വാലി റിസോർട്ടിലാണ് പ്രതികൾ ഒത്തുചേരുന്നത്. ഇവിടെ വെച്ചാണ് ലഹരി ഇടപാടുകളെ കുറിച്ച് ചർച്ച നടത്തുന്നതെന്നാണ് വിവരം. റിസോർട്ടിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിറയെ ഡിയോളിന്റെയും എഡിസന്റെയും ചിത്രങ്ങളാണ്. ഡിയോൾ 2019 മുതൽ വിദേശ ലഹരി ഇടപാടുകാരുമായി ബന്ധമുള്ളയാളാണ്. കോടികൾ സമ്പാദിക്കാമെന്ന് മോഹിപ്പിച്ച എഡിസനെയും ലഹരി വഴിയിലേക്ക് നയിച്ചത് ഡിയോൾ ആണെന്നാണ് NCBയുടെ കണ്ടെത്തൽ. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അറസ്റ്റിലായ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ഉടൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കില്ല. ഡാർക്ക് നെറ്റ് വഴി കോഡ് ഭാഷയിലാണ് എഡിസൺ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇത് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എഡിസൺ സമർത്ഥനായ എഞ്ചിനീയർ ആണെന്നാണ് NCB പറയുന്നത്. 25 പാസ്കോഡുകൾ വരെ മനസ്സിൽ ഓർത്തുവെക്കുന്നുണ്ട്. 1.5 വർഷമായി 700-ലധികം ഇടപാടുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയതായും കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ലഹരി വിൽപ്പനയിലൂടെ എഡിസൺ സമ്പാദിച്ച കോടികൾ എവിടെയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ വിദഗ്ധരുടെ സഹായം തേടാനാണ് NCBയുടെ തീരുമാനം.
ന്യൂസ് 18 കൊച്ചി. സ്വന്തം മകൻ ഒരു അനാഥയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്ത അമ്മ. പത്തനംതിട്ട അടൂരിലെ അനാഥാലയ നടത്തിപ്പുകാരിയുടെ സന്മനസ്സിനെ ഒരു നാട് മുഴുവൻ വാഴ്ത്തിപ്പാടിയതാണ്. ഇതുപോലുള്ള അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ പലർക്കും അഭിമാനം തോന്നിക്കാണുമല്ലേ? എന്നാൽ എന്തായിരുന്നു ആ സംഭവത്തിന് പിന്നിലെന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പ്രായപൂർത്തിയാകാതെ ഗർഭിണിയായതോടെയാണ് പെൺകുട്ടിയെ യുവാവ് വിവാഹം കഴിച്ചതെന്നാണ് പുറത്തു വന്ന വിവരം. പെൺകുട്ടി ഗർഭിണിയായതിൽ DNA പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം. വിവാഹം കഴിഞ്ഞ് 7ാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാണെന്ന ഡോക്ടറുടെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. പെൺകുട്ടിയും അനാഥാലയത്തിലെ നടത്തിപ്പുകാരുടെ മകനും അടുപ്പത്തിലായിരുന്നു. ഇതിനിടയിൽ പെൺകുട്ടി ഗർഭിണിയായി. തുടർന്നാണ് പെൺകുട്ടിയെ അനാഥാലയം നടത്തിപ്പുകാരി മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പെൺകുട്ടി പ്രസവിച്ചതോടെയാണ് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് ഗർഭിണിയായതെന്ന വിവരം പുറത്തുവന്നത്. പരിശോധനയിൽ ഇക്കാര്യം തെളിഞ്ഞതോടെയാണ് DNA പരിശോധന. ഇതോടെ അടൂർ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടി. ന്യൂസ് 18 പത്തനംതിട്ട. സ്വകാര്യ ബസ്സുകൾ തമ്മിൽ നിരത്തിൽ മത്സരയോട്ടം സംഘർഷവും പതിവ് കാഴ്ചയാണ്. ഇത് യാത്രക്കാർക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷമുണ്ടായത് സമയക്രമത്തെ ചൊല്ലിയായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെയും കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെയും ജീവനക്കാരാണ് തമ്മിലടിച്ചത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് 2 ബസ്സുകളും കസ്റ്റഡിയിലെടുത്തു. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് സംഭവം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ തല്ലിയത്. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗാലക്സി, കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന CKB എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലായിരുന്നു തർക്കം. ഇത് പിന്നീട് കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു. CKB ബസ് പാലക്കാട് നിന്ന് വന്ന് ഇവിടെ തിരിച്ചു പോവുകയാണ്. മറ്റേ ഓല വണ്ടി, കമ്പനി വണ്ടിക്ക് തന്നെ ആളെ ഗേറ്റിൽ കൊടുത്തിട്ട് ഇവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങാടിപ്പുറത്ത് ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് എന്താ പാലത്തിൻ്റെ പ്രശ്നം പണി നടക്കുന്നത് കാരണം അപ്പോൾ ഇവർ ഇവിടുത്തെ വണ്ടിക്കാർ എല്ലാവരും തൊഴിലാളികളെല്ലാം എല്ലാവരും അരി വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് ഇവർ പറഞ്ഞു 5 മിനിറ്റ് നിങ്ങളോടെ നിർത്തിയിട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞു. പക്ഷെ അതവർ അനുവദിക്കാതെ അടിയിലേക്ക് കടന്നിരിക്കുന്നത്. 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ഒറ്റപ്പാലം പാലപ്പുറത്ത് ബസ് ജീവനക്കാരുടെ തർക്കത്തിനിടെ കണ്ടക്ടർ കുഴഞ്ഞു വീണു മരിച്ച സംഭവമുണ്ടായത്. തിരുവില്യാമല നടുവത്തപാറ സ്വദേശി ജയേഷാണ് മരിച്ചത്. പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽ അമീൻ ബസ്സിലെയും ഒറ്റപ്പാലം തിരുവില്യാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാന്തി ബസ്സിലെയും ജീവനക്കാർ തമ്മിലായിരുന്നു തർക്കം. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിന്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടി സംസ്ഥാന സർക്കാർ പല സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെയും ഇവിടെ എത്തിച്ച് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ രാജ്യത്തെ പ്രമുഖ യൂട്യൂബർമാരെ രംഗത്തിറക്കിയുള്ള നീക്കത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ടൂറിസം വകുപ്പ്. സർക്കാരിന്റെ ക്ഷണപ്രകാരം എത്തിയവരിൽ വ്ളോഗർ ജ്യോതി മൽഹോത്രയും ഉണ്ട്. ആ പേര് ഓർക്കുന്നുണ്ടാകുമല്ലേ? പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ ജ്യോതി ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായിട്ടാണ് കേരളത്തിലെത്തിയത്. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി.
വയനാട് ദുരന്തത്തിന് പിന്നാലെ വിനോദസഞ്ചാര മേഖലയിലെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായുള്ള പ്രൊമോഷനായി എത്തിയ വ്ളോഗർമാരുടെ പട്ടികയിലാണ് ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിൽ ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തതായി രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയാണ് പ്രചാരണ പരിപാടികൾ നടന്നത്. ജ്യോതി അടക്കമുള്ള വ്ളോഗർമാർക്ക് താമസം, ഭക്ഷണം, യാത്രാ ചെലവുകൾക്കൊപ്പം പ്രതിഫലവും നൽകിയതായി രേഖകളിൽ വ്യക്തമാകുന്നു. എന്നാൽ എത്ര തുകയാണ് നൽകിയതെന്ന് വെളിപ്പെടുത്തുന്നില്ല. ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ കൊണ്ടുവന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വ്ളോഗർമാരെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് നല്ല ലക്ഷ്യത്തോടെയാണ്. അല്ലല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ബാക്കി ജനങ്ങൾക്ക് അറിയാന്നതില് വെറുതെ നമ്മൾട്ടെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ രാജ്യവ്യാപക അന്വേഷണത്തിലാണ് ജ്യോതി മൽഹോത്രയുടെ പാക് ബന്ധം പുറത്തുവന്നത്. ജ്യോതി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ചിഞ്ചു എന്ന യുവതിയുടെ പണി തന്നെ തട്ടിപ്പാണ്. സാധാരണക്കാരായ യുവാക്കളെ കബളിപ്പിച്ചാണ് ഇവർ ജീവിക്കുന്നത്. 2 വർഷം മുൻപ് ചിഞ്ചുവും ഭർത്താവ് അനീഷും മറ്റൊരു വിസ തട്ടിപ്പ് കേസിൽ പിടിയിലായിരുന്നു. ഇവർക്കെതിരെ എറണാകുളം ജില്ലയിലെ നിരവധി സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. കഴിഞ്ഞ ദിവസം കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൊല്ലം സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ അറസ്റ്റിലായതോടെയാണ് ചിഞ്ചു ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ചിഞ്ചുവിൻ്റെ ഭർത്താവ് ഈ കേസിലും അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. ഇയാളെ പറ്റിയും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. മാസം 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന കപ്പൽ ജോലിയാണ് നിഷാദിന് നൽകിയ വാഗ്ദാനം. ന്യൂസിലാൻഡിലേക്ക് പോകാൻ അവസരമൊരുങ്ങുമെന്നറിഞ്ഞപ്പോൾ വായ്പയെടുത്ത് നിഷാദ് പണം തരപ്പെടുത്തി നൽകി. 2023 മെയ്യിൽ ഫേസ്ബുക്കിലൂടെയുള്ള പരസ്യം കണ്ടാണ് നിഷാദ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പണം നൽകിയത്. മെയ് മുതൽ നവംബർ വരെയും പലതവണയായി നിഷാദ് ഇവർക്ക് പണം നൽകിയിരുന്നു. മുഖ്യപ്രതി ബിനിലാണ് ഫ്ലൈ വില്ലോ ട്രീ ഇന്റർനാഷണൽ എന്ന സ്ഥാപനം നടത്തുന്നത്. ഗൂഗിൾ മീറ്റ് വഴി ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചിരുന്നത് ജീവനക്കാരിയായ ചിഞ്ചുവാണ്. ഗൂഗിൾ മീറ്റിലൂടെ ഇന്റർവ്യൂ നടത്തി വ്യാജ ഓഫർ ലെറ്ററും നൽകി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പോകാൻ കഴിയാതായതോടെ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളാണ് ഇവരടങ്ങുന്ന സംഘം പല ചെറുപ്പക്കാരിൽ നിന്നും തട്ടിയെടുത്തതാണ് വിവരം. പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് തട്ടിപ്പ് സംഘത്തിലെ 1-ാം പ്രതി ബിനിലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പരാതിയും കേസുമായതോടെ എറണാകുളത്ത് ഇവർക്കുണ്ടായിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടി. കേസിലെ 2ഉം 3ഉം പ്രതികൾ ഒളിവിലാണ്. ചിഞ്ചുവും കൊടുങ്ങല്ലൂർ സ്വദേശി ഭർത്താവ് അനീഷും സമാനമായ മറ്റൊരു കേസിൽ 2023 കൊച്ചി പോലീസിന്റെ പിടിയിലായിരുന്നു. കൂടാതെ ചിഞ്ചുവിനെതിരെ പാലാരിവട്ടം, കടവന്ത്ര, എറണാകുളം നോർത്ത്, കാലടി സ്റ്റേഷനുകളിലും തട്ടിപ്പ് കേസുണ്ടെന്ന് പോലീസ് പറയുന്നു. കാലടി സ്റ്റേഷനിൽ മാത്രം 3 കേസുകളുണ്ട്. UK, സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾക്ക് വിസയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് 1,90,00,000 രൂപ തട്ടിയ കേസിലാണ് ചിഞ്ചുവും ഭർത്താവും 2023 അറസ്റ്റിലായത്. കലൂർ അശോക റോഡിൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തുകയായിരുന്നു ഇവർ. അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. സമയപരിധി കഴിഞ്ഞിട്ടും വിസ നൽകാതെ വന്നതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ എത്തി ബഹളം വെച്ചിരുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ 30 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള വ്യാജ വിസയും വിമാന ടിക്കറ്റും വാട്സാപ്പ് വഴി നൽകി. പ്രതികൾ അയച്ചു നൽകിയ വിമാന ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ അവർ റദ്ദാക്കിയതാണെന്ന് മനസ്സിലായി. ഇക്കാര്യം ചോദിച്ചപ്പോൾ തന്നത് ഡമ്മി ടിക്കറ്റാണെന്നും വിമാനത്താവളത്തിലെത്തിയാൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നും അറിയിച്ചു. ബാഗ് പാക്ക് ചെയ്ത് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് പ്രതികൾ അന്ന് കുടുങ്ങിയത്. ചിഞ്ചുവും ഭർത്താവ് നൽകിയ ഉറപ്പിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിക്കൊടുത്ത പെരുമ്പാവൂർ സ്വദേശിയായ ഏജന്റ് ബിനിൽകുമാർ തന്നെയാണ് തട്ടിപ്പ് സംശയിച്ച് 2023 പോലീസിൽ പരാതി നൽകിയത്.
തുടർന്നുള്ള അന്വേഷണത്തിൽ രാജ്യം വിടാൻ ഒരുങ്ങുകയായിരുന്ന പ്രതികളെ പോലീസ് അന്ന് പിടികൂടി. പാസ്പോർട്ടുകൾ, വിവിധ തരത്തിലുള്ള സീലുകൾ എന്നിവയും അന്ന് പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് ഇവർ വീണ്ടും തട്ടിപ്പുമായി രംഗത്തിറങ്ങിയത്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം പേരൂർക്കട വ്യാജ മാലമോഷണ കേസിൽ പോലീസ് ബിന്ദു എന്ന ദളിത് യുവതിയെ വല്ലാതെ ദ്രോഹിച്ചതാണ്. 2.5 മാസം കഴിഞ്ഞിട്ടും ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയം നിഴലിക്കുന്നുണ്ട്. അന്ന് ബിന്ദുവും കുടുംബവും അനുഭവിച്ച വേദനയും കണ്ണീരും ആ പോലീസുകാരും മനസ്സിലാക്കണം. നിരപരാധിയായൊരു സ്ത്രീയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ SI പ്രസാദിനും ASI പ്രസന്നകുമാറിനും സസ്പെൻഷൻ മാത്രം പോരാ, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് FIR. വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ അന്നത്തെ SI പ്രസാദും ASIയും ചേർന്ന് അന്യായമായി തടങ്കലിൽ വെച്ചുവെന്ന് FIRൽ പറയുന്നു. പേരൂർക്കട വ്യാജമോഷണ കേസിൽ പോലീസിന്റെ വീഴ്ചകൾ ഓരോന്നായി വിവരിക്കുന്നതാണ് FIR. ബിന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കുന്നതിനായാണ് വീട്ടുടമ ഓമനയും മകൾ നിഷയും പോലീസ് സ്റ്റേഷനിലെത്തിയത്. വ്യാജമൊഴിയും ഇവർ നൽകി. കാര്യമായ അന്വേഷണം നടത്താതെ SI പ്രസാദ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രസാദും ASI പ്രസന്നകുമാറും ബിന്ദുവിനെ അസഭ്യം പറഞ്ഞു. അന്യായമായി ബിന്ദുവിനെ തടങ്കിൽ വെച്ചെന്നും FIRലുണ്ട്. ഏപ്രിൽ 23-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ചുള്ള പരാതിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്ന് യുവതിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. യുവതി ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണമാല മോഷണം പോയ പരാതിയിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. എന്നാൽ ഇത് വ്യാജ പരാതിയായിരുന്നു. സംഭവത്തിൽ SI പ്രസാദിനെയും ASI പ്രസന്നനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം മുൻകൂർ ജാമ്യത്തിലുള്ള ശ്രമം പ്രതികൾ ആരംഭിച്ചിട്ടുണ്ട്. SC/ST കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഓമന ഡാനിയൽ, മകൾ നിഷ, പേരൂർക്കട മുൻ SI പ്രസാദ്, അന്നത്തെ ASI ആയിരുന്ന പ്രസന്നകുമാർ എന്നിവരെ പ്രതി ചേർത്ത് പേരൂർക്കട പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നിയമ സംവിധാനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അതിക്രമം കാട്ടി ഒളിവിൽ പോകുന്ന ഏതൊരാളും നിയമത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. 8 വർഷത്തിന് ശേഷം കൊല്ലം സ്വദേശി ഷിഹാസ് എന്ന യുവാവിനെ പോലീസ് പിടികൂടിയതും സ്ത്രീകളോട് അതിക്രമം കാട്ടിയ കുറ്റത്തിനാണ്. 2017-ൽ യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി ഇയാൾ മുങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഷിഹാസ്. 2017-ൽ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയതിന് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങിയ ഷിഹാസ് ഒളിവിൽ പോയി. കോടതിയിൽ ഹാജരാകുന്നതിന് നിരവധി തവണ പ്രതിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഷിഹാസ് ഹാജരായില്ല. ഒടുവിൽ കൊട്ടിയം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ ഒളി സങ്കേതം വളഞ്ഞ് പ്രതിയെ പിടികൂടുകയായിരുന്നു. കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നെടുമ്പന കുളപ്പാടം സ്വദേശിയായ ഷിഹാസിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആസൂത്രിതമായിട്ടെന്നാണ് കണ്ടെത്തൽ. മുഖ്യപ്രതി മനോജ് മിശ്രയും കൂട്ടാളികളും ബലാത്സംഗത്തിന് ശേഷം
രാത്രി ഗാർഡ് റൂമിനുള്ളിൽ മണിക്കൂറുകളോളം മദ്യപിച്ചതായി പോലീസ് പറയുന്നു. സുരക്ഷാ ജീവനക്കാരനോട് ഇതേക്കുറിച്ച് മിണ്ടാതിരിക്കാനും ആവശ്യപ്പെട്ടു. പീഡന ദൃശ്യങ്ങൾ പ്രതിയുടെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. ജൂൺ 25-നാണ് സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. സംഭവത്തിനു ശേഷം മുഖ്യപ്രതി മനോജിത് മിശ്രയടക്കം 3 പേരും സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിലിരുന്ന് മദ്യപിച്ചതായാണ് പോലീസ് കണ്ടെത്തൽ. പിന്നീട് സുരക്ഷാ ജീവനക്കാരൻ പിനാകി ബാനർജിയോട് സംഭവത്തെക്കുറിച്ച് പുറത്തു പറയരുതെന്നും ആവശ്യപ്പെട്ടു. പിനാകി ബാനർജിയെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രതികൾ തമ്മിൽ നിരവധി തവണ ബന്ധപ്പെട്ടതിന്റെ കോൾ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആസൂത്രിത കുറ്റകൃത്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ബലാത്സംഗം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മനോജിത് മിശ്ര തെക്കൻ കൊൽക്കത്തയിലെ ദേശ്പ്രിയ പാർക്കിലുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തിയെ ബന്ധപ്പെട്ടിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ ചില ഉന്നതരെയും ബന്ധപ്പെട്ടു. എന്നാൽ ആരും സഹായം ചെയ്തില്ല. മനോജിത്തും കൂട്ടാളികളായ പ്രമിത് മുഖർജിയും സായിബ് അഹമ്മദും വീടുകളിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഒരു ധാബയിലേക്ക് പോയതായും പോലീസ് കണ്ടെത്തി. പീഡന ദൃശ്യങ്ങൾ പ്രതിയുടെ ഫോണിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. മനോജിത്തിന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയത്. ന്യൂസ് 18 കൊൽക്കത്ത. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം എത്തിയത് അയൽവാസിയിലേക്ക്. സമീപവാസിയായ കിഷോർ മുൻ വൈരാഗ്യത്തെ തുടർന്ന് കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്നാണ് വിവരം. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് വാഹനം കത്തിക്കലിൽ കലാശിച്ചത്. ഷൊർണൂർ വാടാനാംകുറിശ്ശിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീയിട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. സമീപവാസിയായ പുളിക്കപ്പറമ്പിൽ വീട്ടിൽ 33-കാരനായ കിഷോറാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷത്തെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻവൈരാഗ്യത്താലാണ് കാറിന് തീയിട്ടതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിലെത്തിയ കിഷോർ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കാറിന് മുകളിലൂടെ ഒഴിച്ച് തീയിടുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നവർ കിഷോറിനെ പിടികൂടിയെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. തീ കത്തുന്നത് കണ്ട് ഓടിയെത്തിയവരും വീട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. കാർ ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത്. SI P സേതുമാധവൻ, ASI K അനിൽകുമാർ, CPO റിഷാസ്, CPO സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. നമ്മുടെ നാട്ടിൽ നിരവധി വനം കൊള്ളക്കാരുണ്ട്. ചന്ദന മരങ്ങൾ മുറിച്ചു കടത്തി കോടികൾ സമ്പാദിക്കുന്നവർ. പാലക്കാട് സ്വദേശി അബ്ദുൾ അസീസും കൊല്ലം ഉമയനല്ലൂർ സ്വദേശി മുജീബും വനം വകുപ്പിന്റെ നോട്ടപ്പുള്ളികളായിരുന്നു. 2014 മുതൽ വിവിധയിടങ്ങളിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തിയ പ്രതികൾ. കഴിഞ്ഞ ദിവസം 2 പേരെയും അഞ്ചൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് നെല്ലിയാമ്പതിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. പാലക്കാട് സ്വദേശി അബ്ദുൾ അസീസ്, കൊല്ലം ഉമയനല്ലൂർ സ്വദേശി മുജീബ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം ജില്ലയിലും മറ്റു ജില്ലകളിൽ നിന്നുമായി സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ നിന്നും ചന്ദനത്തടി മുറിച്ചു കടത്തിയതിന് ഇവർക്കെതിരെ കേസുകളുണ്ട്. 2014 മുതൽ ഇവർക്കെതിരെ കേസുകൾ നിലവിലുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇവർ ചെയ്ത കുറ്റം സ്വകാര്യ പറമ്പിൽ നിന്നും ചന്ദനമരം വെട്ടി അത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കുറ്റത്തിനാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കൊടുക്കുന്ന പ്രൊസീജിയറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RRTയിലെ സ്റ്റാഫ് അംഗങ്ങളും കരവാളൂർ സെക്ഷൻ സ്റ്റാഫ് അംഗങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞ ദിവസം
നടത്തിയ ഓപ്പറേഷനിലാണ് ഈ പ്രതികളെ പിടിക്കാൻ സാധിച്ചത്. 2022 പുനലൂർ വനം കോടതി ഇവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിപ്പിച്ചിരുന്നു. എന്നാൽ ഏറെ നാളായി പ്രതികൾ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നാണ് അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യ എസിന്റെ നേതൃത്വത്തിൽ 2 പ്രതികളെയും പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തൃശൂർ നെല്ലങ്കരയിലെ റോഡിന് പോലീസ് കമ്മീഷണറുടെ പേര്. ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന ബോർഡിന് പിന്നിലെ കഥ തേടിയപ്പോഴാണ് ഇളങ്കോ എന്ന ഉദ്യോഗസ്ഥനോട് എന്താണ് നാട്ടുകാർക്ക് ഇത്ര ഇഷ്ടമെന്ന് മനസ്സിലായത്. നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച് ഗുണ്ടകളെ കൈകാര്യം ചെയ്ത് അഴിക്കുള്ളിലാക്കിയ ശേഷം കമ്മീഷണർ ഇളങ്കോയുടെ പേരിൽ പോലീസ് ഇറക്കിയ പോസ്റ്റർ തരംഗമായിരുന്നു. ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസ് പോലീസിനെ പോലെയും എന്നായിരുന്നു പോസ്റ്ററിലെ വാചകം. തൃശ്ശൂരിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പോലീസിന്റെ നടപടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല നാട്ടുകാരും നല്ല കയ്യടി കൊടുത്തു. അങ്ങനെ ആരാധന മൂത്താണ് റോഡിന് കമ്മീഷണറുടെ പേരിട്ടത്. ബോർഡ് നീക്കം ചെയ്യാൻ സ്നേഹപൂർവ്വം പോലീസ് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പിന്നീട് അത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ജനകീയരായ പോലീസ് ഉദ്യോഗസ്ഥരെ ജനം നെഞ്ചിലേറ്റുമെന്നാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.